ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ്സിനെ പറ്റിയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്. ബിസിനസ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസാണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് രണ്ടായിട്ട് നമുക്ക് മെയിൻലി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പെർഫോം ടു ഏൺ പ്രോഫിറ്റ് ഓർ മോണിറ്ററി ഗെയിൻ ആർ നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു മോണിറ്ററി ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏണിംഗ് മോട്ടീവ്. ഏണിംഗ് മോട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നത് എന്തെങ്കിലും ഏൺ ചെയ്യാൻ ഉള്ള ലക്ഷ്യത്തോടെയാണെങ്കിൽ, എന്തെങ്കിലും നേടാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് നമ്മൾ എന്തോന്ന് പറയും? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതേപോലെ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിൽ യൂട്ടിലിറ്റി ക്രിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. സാറ്റിസ്ഫാക്ഷന് വേണ്ടിയും എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഫീച്ചറാണ് സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഏണിംഗ് മോട്ടീവ്, യൂട്ടിലിറ്റി ക്രിയേഷൻ, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മെഷർമെൻറ്റ്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ മോണിറ്ററി ഗെയിൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾസാണ്. അഗ്രികൾച്ചർ, ഫിഷിംഗ്, മാനുഫാക്ചറിങ്, ഫുഡ് പ്രോസസ്സിങ്, ട്രേഡ്, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഇതെല്ലാം എക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്. അഗ്രികൾച്ചർ ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് അത് നമ്മൾ ട്രേഡ് ചെയ്ത് അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ. മാനുഫാക്ചറിങ് ആണെങ്കിലും അതേപോലെയാണ്. ട്രേഡ് ആയിരുന്നാലും ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നാലും എഡ്യൂക്കേഷൻ ആയിരുന്നാലും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മോണിറ്ററി ഗെയിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അതിനെയെല്ലാം നമ്മൾ എന്തോന്ന് പറയും? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പെർഫോംഡ് ഫോർ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആർ നോൺ ആസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സർവീസ് മോട്ടീവാണ്. സർവീസ് മോട്ടീവ് എന്ന് പറയുമ്പം ആർക്കെങ്കിലും മറ്റൊരാൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതെല്ലാം നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരിക്കും. സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. അതേപോലെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്കൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. മോണിറ്ററി ടേംസിൽ നമുക്കൊരിക്കലും മെഷർ ചെയ്യാൻ കഴിയത്തില്ല. സോഷ്യൽ ഒബ്ലിഗേഷൻ്റെ ബേസിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസും എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നമുക്കിനി നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫ്രീ ടൈം ആക്ടിവിറ്റീസ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് പെയിൻറ്റിങ്, സിംഗിങ്, ഡാൻസിങ്, അതെല്ലാം നമ്മളൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസിന് നമ്മൾ എന്തോ പറയാം? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. പക്ഷേ ഇതേ ആക്ടിവിറ്റീസ് തന്നെ ഒരു ഫീ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുകയാണ്. ഇപ്പോൾ പെയിൻറ്റിങ് തന്നെ ഒരു പേയ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെന്തായി മാറും? എക്കണോമിക് ആക്ടിവിറ്റീസായി മാറും. സിംഗിങ്ങും അതേപോലെ നമ്മൾ പുറത്തൊരു സ്ഥലത്ത് പോയി പാട്ട് പാടുകയാണ്. അപ്പം അതിന് നമ്മൾ അവിടെ നിന്ന് ഒരു ഫീ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് പാടുകയാണെങ്കിൽ അതും എന്തോ ആയിരിക്കും? എക്കണോമിക് ആക്ടിവിറ്റിയായി മാറും. ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്. അതായത് ഒരു ടീച്ചർ തൻ്റെ മകൾക്കോ അല്ലെങ്കിൽ മകനോ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അതെന്ന് പറയുന്നത് ഒരു നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്.
അവിടെ നമ്മളൊരു റെമ്യൂണറേഷൻ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതേപോലെ ഡോക്ടർ ഫാമിലി കൺസൾട്ട് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് അവരുടെ ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, ഇതൊന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസായിട്ട്, ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസായിട്ടാണ് കരുതുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ ഒരു ഫീ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ്റെ ബേസിൽ ചെയ്യുകയാണെങ്കിൽ അത് എക്കണോമിക് ആക്ടിവിറ്റീസായി മാറും. കൾച്ചറൽ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ ഒരു എന്താണ് സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൊരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസായിട്ട് കരുതാം. സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അതായത് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ്, അതായത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. അതായത് ഇപ്പം ഈ ഫ്ലഡൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് റിലീഫ് ക്യാമ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ഫ്രീ ടൈം ആക്ടിവിറ്റീസ്, ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ്, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ടൈപ്സ് ആണ്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തത് ബിസിനസ്, രണ്ടാമത്തത് പ്രൊഫഷൻ ആൻഡ് മൂന്നാമത്തത് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണ്, എംപ്ലോയ്മെൻറ്റ് എന്താണ്, ഇത് എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നുള്ള ക്ലാസ് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ക്ലാസ്സുകൾ